ഹായ് ഫ്രണ്ട്സ്, രജിസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് കവകാലം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യും. പിന്നെ അതോടൊപ്പം തന്നെ നമുക്കൊരു അടിപൊളി കറിയും കൂടി വെക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഞണ്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പങ്കക്കാലും പിന്നെ ബാക്കിയുള്ള കാലുകളും ഇങ്ങനെ കളയണട്ട്. കവകാലി ഞണ്ടായതുകൊണ്ട് ഈ കാലക്കെല്ലാം കളയണത്. മറ്റ് സാധാരണ നമുക്ക് പുഴയിൽ നിന്ന് കിട്ടുന്ന വലിയ ഞണ്ടാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങനെ കളയൊന്നുമില്ല കേട്ടോ. അതെടുത്ത് അത് വേവിക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ദശ കിട്ടും. പക്ഷേ ഇതിൽ ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കളയണേനെ. എന്നിട്ട് അതിൻ്റെ ആ വശത്ത് നിന്ന് അറ്റത്തു നിന്നൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊളിച്ചെടുത്താൽ മതി. അപ്പോൾ പോവും. മറ്റ് ഞണ്ടാകുമ്പോഴത്തേക്ക് അതങ്ങനെ പോകില്ല. അപ്പോൾ നമുക്ക് കത്തി കൊണ്ട് തന്നെ ഒന്ന് കുത്തിയെടുക്കേണ്ടി വരും. ഇത് കൈ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്ന് വേഗം തന്നെ കണ്ട കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ അത് അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതും നമുക്ക് നീറ്റായിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പൊന്നുള്ള ഞണ്ടൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല ഇതുമായിരിക്കും കേട്ടോ. പുഴയിലെ ഞണ്ട്, ചീഞ്ഞ ഞണ്ട്, കായലുണ്ട്, എന്നാലും ടേസ്റ്റാണ്. ഇതിന് നല്ല ദശയൊക്കെ അത്യാവശ്യം ഉണ്ട്. ഇതിന് ചില ഞണ്ടിൽ മാത്രം ദശ ഒന്നും ഇല്ലാതെ വന്നുള്ളൂ. ബാക്കിയൊക്കെ നല്ല ദശയുള്ള ഞണ്ട് നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഞണ്ടുകൾ ഇതേപോലെ തന്നെ കാലൊടിച്ച് ബാക്കിയുള്ള കാല് മാത്രം നമ്മൾ എടുക്കുള്ളൂ. കാലിലും ദശയുണ്ടാവും അത്യാവശ്യം. പിന്നെ ചെറിയ കാലുകളും ആ പങ്കക്കാലുമാണ് നമ്മൾ കളയണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കളഞ്ഞ് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി നമുക്ക് എടുക്കാവേ. കാലിൽ ഞാൻ ആ രണ്ടറ്റം ഒന്ന് പൊട്ടിച്ചെടുക്കണ്ടേ. ഇപ്പോൾ വലിയ ഞണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് പുഴയിലെ ഞണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് കല്ലുകൊണ്ട് ഒന്ന് ചതച്ചിടണം, അല്ലെങ്കിൽ പിന്നീട് പൊട്ടിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമുക്ക് രണ്ട് രീതിയിലും കറി വെക്കാൻ പറ്റും. അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് ദശ എടുത്തിട്ടും കറി വെക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ പഞ്ഞി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഞാൻ അടപ്പ് തീ കൂട്ടിയേക്കണേനെ ഇതൊന്ന് വേവിക്കാൻ വെക്കണേണ്. അതൊന്ന് നല്ല ശരിക്കും കഴുകി ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇടാം കേട്ടോ. അതെന്തൊക്കെയെന്ന് ഞാൻ പറയാം. അപ്പോൾ നല്ല ശരിക്കും തീ അങ്ങോട്ട് കൂടിയിട്ട് ഞാൻ ചിരട്ടയാണ് വെച്ചേക്കണത്. അപ്പോൾ നല്ല തീ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടി. ഇപ്പോൾ ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇച്ചിരി അധികം ഇടണം കേട്ടോ. ഞാനിപ്പോൾ സവാളയാണ് ആദ്യം ഇട്ടത്. സവാളയും ഇതെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ. നമുക്കപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഉപ്പും കൂടി ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നല്ല ശരിക്കും തന്നെ ഈ ഞണ്ട് വേഗം വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് കടിച്ച് തിന്നാനാണെങ്കിലും നല്ല സ്മൂത്തായിട്ട് തന്നെ കടിക്കാൻ പറ്റുന്ന പാകത്തിന് ഈ ഞണ്ട് കിട്ടും. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാവേ. പിന്നെ ഞാൻ എടുത്തേക്കണത് ഗരം മസാലപ്പൊടി കുറച്ച്, പിന്നെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയും ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ കൊച്ചൊക്കെ കഴിക്കണമുണ്ട്, അവനധികം എരിവ് പറ്റിയല്ല. അപ്പോൾ നമ്മൾ കുറച്ച് എരിവേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് അതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടാം. എന്നിട്ട് ചട്ടി വെക്കുക. ഈ മൺചട്ടി തന്നെയാണ് നമ്മൾ താളിക്കണതേ. അപ്പോൾ ആ ചട്ടി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം നല്ല ആവശ്യത്തിനുള്ള തീയുണ്ട്, അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ റെഡിയായി. അപ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇനി കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അതെല്ലാം ഇട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അത് അതും കരിയാൻ നിൽക്കരുത്. അതിന് മുമ്പ് തന്നെ നമുക്ക് അതിലേക്ക് ഈ തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ആ തക്കാളിയും കൂടി ഇട്ടിട്ട് തക്കാളി ചെറുതായിട്ടൊന്ന് വാടി കിട്ടണം. അപ്പോൾ ആ സമയം വരെ നമുക്കൊന്ന് അതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഞണ്ടിൻ്റെ വെള്ളം ആദ്യം ഒന്ന് ഒഴിക്കാം കേട്ടോ. അപ്പോൾ അത് ഞണ്ടിൻ്റെ വെള്ളം ഞണ്ട് ആദ്യം എടുത്തിട്ടുണ്ട്. അതിൽ ആ വെള്ളം നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ തക്കാളി നല്ല ശരിക്കും വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ആ വെള്ളം കൂടി ഒഴിച്ച് വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റുള്ള ഗ്രേവി ആയിരിക്കും കേട്ടോ അതിൽ. എന്നിട്ട് ബാക്കിയുള്ള ഞണ്ടും കൂടി നമ്മൾ ഇട്ട് അതൊന്ന് മിക്സ് ചെയ്യണേണ്. ഇനി നമുക്കൊന്ന് വെള്ളമെല്ലാം ഒന്ന് പറ്റണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നല്ല റോസ്റ്റ് പോലെയാക്കി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തേ. പിന്നെ ഇപ്പോഴാണ് ഒന്ന് അകത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ നല്ല ശരിക്കും ഗ്രേവിയൊക്കെ എല്ലാം പിടിച്ച് ഞണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കൊരു ഇച്ചിരി തക്കാളി ചാറും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഇത് കഴിച്ചാൽ സൂപ്പറായിരിക്കും കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും എന്ത് വന്നാലും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.